മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക്കിനെതിരെ SFIO അന്വേഷണം. CMRL ഇടപാടിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയാണ് SFIO. അനന്തകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മളൊപ്പം ചേരുകയാണ്. അനന്തൻ, ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്ന് LDFും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഹൈക്കോടതിയും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനിടയിലാണ് പുതിയ തീരുമാനം, അല്ലേ? തീർച്ചയായിട്ടും ലാൽകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് CMRL കമ്പനിയിൽ നിന്ന് സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്നുള്ള ആരോപണമാണ് നിലവിലുള്ളത്. ആ ആരോപണം സംബന്ധിച്ച് അന്വേഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയാണിത്. മാത്രമല്ല ആറംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. 8 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നത്. അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ഈ CMRL കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ ചില ദുരൂഹതകൾ ആരോപിച്ചിരുന്നു. മാത്രമല്ല ഈ പണം സംബന്ധിച്ച് CMRL നിന്ന് ലഭിച്ച പണം സംബന്ധിച്ച് GST അടച്ചു എന്നുള്ള ഒരു രേഖ മാത്രമാണ് ഈ എക്സാലോജിക്ക് നൽകിയതെന്നാണ് ROCയുടെ കണ്ടെത്തൽ. സെക്ഷൻ 447, 448 വകുപ്പുകൾ, കമ്പനീസ് ആക്ട് വകുപ്പുകൾ പ്രകാരം ഈ കമ്പനിക്കെതിരെ അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നും ROC റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ROCയുടെ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് വരുന്നത്. മാത്രമല്ല വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയിലേക്കും ഈ അന്വേഷണം നീളും എന്നുള്ള സൂചനയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചും മകൾ വീണയെ സംബന്ധിച്ചും വലിയ പ്രതിരോധം, അല്ലെങ്കിൽ അവരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഈ പുതിയ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ROCയുടെ അന്വേഷണം ഒരു സിവിൽ സ്വഭാവത്തിലുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കുറെ കൂടി ഗൗരവ സ്വഭാവത്തിലുള്ള അന്വേഷണമാണ് SFIO ഈ അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് SFIO. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ളതിൽ അപ്പുറം വലിയ ഗൗരവമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ CMRL എക്സാലോജിക് പണമിടപാടിന്റെ അന്വേഷണം വഴിമാറുകയാണ്. ലാൽകൃഷ്ണൻ, 8 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറണം എന്നുള്ള രീതിയിലാണല്ലോ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കേരളം കേന്ദ്രീകരിച്ചായിരിക്കും അതോ ബാംഗ്ലൂർ തന്നെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുക? ഏതൊക്കെ തലത്തിലേക്കാണ് ഇതിന്റെ അന്വേഷണം വഴിമാറുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. നിലവിൽ ബംഗളൂരുവിലെ ROC ആണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. പക്ഷേ ആ അന്വേഷണത്തിൽ തൃപ്തികരമായ ഒരു മറുപടി ഈ എക്സാലോജിക്കിന്റെ ഭാഗത്തുനിന്ന് CMRLന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഈ സേവനം നൽകാതെ പണം ലഭിച്ചു എന്നുള്ളതാണ് എക്സാലോജിക്കിനെതിരെയുള്ള ആരോപണം. ആ പണത്തിന്റെ GST അടച്ചതിന്റെ രേഖ മാത്രമാണ് എക്സാലോജിക്ക് നൽകിയത്. അതിനപ്പുറത്തേക്ക് ഈ ഇടപാടുമായി സംബന്ധിച്ച ഒരു വിശദീകരണവും എക്സാലോജിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ROCയുടെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ SFIOയുടെ ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ SFIO അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് നിയമസഭയിൽ തന്റെ കൈകൾ ശുദ്ധമാണ് എന്നുള്ളൊരു പ്രസ്താവന മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളുടെ അടക്കം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ തന്റെ മകൾക്കെതിരെ സമാധാനമാണ് ഏറ്റവും വലുത്, സമാധാനമായി ഉറങ്ങാൻ കഴിയുകയാണ് ഏറ്റവും വലുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ CMRLുമായുള്ള ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ SFIO അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.